ശബരിമല വിഷയത്തിൽ കോടതിയെ ആക്ഷേപിച്ചത് നിയമമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു തെളിവുമില്ലാതെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. CPM പ്രതിക്കൂട്ടിലായിരുന്ന സമയത്താണ് തന്ത്രിക്കെതിരായ അന്വേഷണം ആരംഭിച്ചതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. തന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് വ്യവസായ മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ആരോപണം. തന്ത്രിക്ക് പ്രത്യേക പരിരക്ഷയൊന്നുമില്ല എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. കോടതിയെയാണ് വിമർശിക്കുന്നത് പ്രതിപക്ഷം എന്ന ആക്ഷേപവും മന്ത്രിമാരും ഉന്നയിച്ചു. കോടതിയെ ആക്ഷേപിച്ചത് ഇന്നലെ നിയമമന്ത്രിയാണ്. അതായത് ശബരിമല തന്ത്രിക്കെതിരായി കേസെടുക്കാൻ തെളിവിൻ്റെ കണിക പോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. ആ ജാമ്യം അനുവദിച്ച കോടതിയെ ഇന്നലെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത് ബഹുമാനപ്പെട്ട നിയമവകുപ്പ് മന്ത്രിയാണ്. നാട്ടുകാരുടെ നികുതിപ്പണം ഉപയോഗിച്ചാണ് സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിനു പുറമെ ഡാറ്റ മോഷണം വരെ നടക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു. UDF അധികാരത്തിൽ വന്നാൽ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും സതീശൻ ഉറപ്പു നൽകി. അതേസമയം വന്യജീവി ആക്രമണം തടയാൻ സർക്കാർ ഇതുവരെ യാതൊരു ഫലപ്രദമായ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഔദ്യോഗിക സംവിധാനങ്ങളെ മുഴുവൻ ഗവൺമെന്റ് ഉപയോഗിക്കാം. ഏറ്റവും അവസാനം പുറത്തു പോകുന്നത് ഡാറ്റ മോഷണമാണ്. ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുന്ന സ്പാർക്കിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഡാറ്റ മോഷണം നടത്തിയിരിക്കുന്നത്. ഡാറ്റ മോഷണം പാടില്ല എന്ന് ഹൈക്കോടതി വിധിയുണ്ട്, നിയമങ്ങളുണ്ട്. ഒരാളുടെയും വ്യക്തിപരമായ വിവരങ്ങൾ അയാളുടെ അനുവാദമില്ലാതെ പുറത്തു കൊടുക്കാൻ പാടില്ല. അപ്പോൾ സ്പാർക്കിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സോഷ്യൽ മീഡിയ വിഭാഗം എങ്ങനെയാണ് ഈ ഡാറ്റ മോഷണം നടത്തിയത്? അവർക്കെതിരായി കേസെടുത്ത് അന്വേഷണം നടത്തണം. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ കത്രിക രോഗിയുടെ ശരീരത്തിനുള്ളിൽ കുടുങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയ പ്രതികരണത്തിനും വി.ഡി. സതീശൻ മറുപടി നൽകി. സംസ്ഥാനത്ത് ദിവസേന ഗുരുതരമായ സംഭവങ്ങൾ വ്യാപകമായി നടക്കുമ്പോഴും സർക്കാരും ഭരണകക്ഷിയും ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന പേരിൽ നിസ്സാരവൽക്കരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ അലംഭാവവും ഉത്തരവാദിത്തമില്ലായ്മയും ജനജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്നുണ്ടെന്നും ഇതിനെതിരെ ശക്തമായ ജനാധിപത്യ പ്രതികരണം ഉയരേണ്ടതുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് അടിമാലിയിൽ കൂട്ടിച്ചേർത്തു. രാജകുമാരി ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ബ്യൂറോ അടിമാലി.